യെസ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൂട്ട് ചക്രയിലെ ഐഡന്റിറ്റിയെക്കുറിച്ചാണ്. റൂട്ട് ചക്രയിലെ ഐഡന്റിറ്റിയെക്കുറിച്ചാണ്. നമ്മുടെ സ്വത്വം, ഇന്നർ സെൽഫ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് അതിൽ രണ്ട് ലെയർ ഉണ്ട്. കേഴ്സ് ഐഡന്റിറ്റി ഉണ്ട്, ബ്ലെസ്സിങ് ഐഡന്റിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വേരാണ്. ആ വേര് അതായത് ഒരു മരത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഒരു മരത്തിൻ്റെ വേരുകൾക്ക് എന്ത് സംഭവിക്കുന്നു, എത്ര സ്ട്രോങ് ആണോ അതാണ് അതിൻ്റെ ഇലകളിലും പൂക്കളിലൊക്കെ കാണാൻ കഴിയുക അല്ലേ? അതിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മരമാണോ കായ്ക്കാത്ത മരമാണോ എന്നുള്ളത്. അതുപോലെയാണ് നമ്മുടെ റൂട്ട് ചക്ര ഐഡന്റിറ്റിയും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേഴ്സ് ഐഡന്റിറ്റിയെ കുറിച്ച് പറയാം. ഒന്നാമത്തെ ഐഡന്റിറ്റി സർവൈവൽ ഐഡന്റിറ്റി ആണ്. അതായത് അതിജീവനത്തിൻ്റെ സ്വത്വം. നമ്മൾ ജീവിക്കുന്നത് റൂട്ട് ചക്രയുടെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത് നിലനിൽപ്പാണ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കേഴ്സ് ഐഡന്റിറ്റീസ് രൂപപ്പെടുന്നത്. എങ്ങനെ? അതായത് എനിക്ക് എപ്പോഴും പോരാട്ടമാണ്, സ്ട്രഗിളാണ്, പണം കയ്യിൽ നിൽക്കില്ല, അല്ലെങ്കിൽ ആരും എന്നെ സഹായിക്കാനില്ല എന്നൊക്കെയുള്ള കഥകൾ, അങ്ങനെയുള്ള കഥകൾ നമ്മുടെ ഉണ്ടായിരിക്കും. ആ കഥകളാണ്, കഥകളെക്കുറിച്ച് നമുക്ക് നാളെ പറയാം. ആ കഥകളാണ് എന്ത്, ഈ വിശ്വാസങ്ങളാണ് നമ്മുടെ റൂട്ട് ഐഡന്റിറ്റിയിലെ കേഴ്സ് ഐഡന്റിറ്റി ആക്കി മാറ്റുന്നത്. അതിൻ്റെ ഫലം എന്താ ഉണ്ടാവുക? അത് നമ്മുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അടിയും. ഓക്കെ. ആ കഥകൾ ഉറച്ച വിശ്വാസമായിട്ട് മാറും. അത് നമ്മളത് ഡ്രൈവായിട്ട് മാറുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നമുക്ക് നമ്മളറിയാതെ തന്നെ തിരഞ്ഞെടുക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ജനറ്റിക് ആയിട്ടുള്ള ആൻസെസ്ട്രൽ ഐഡന്റിറ്റി. എന്താണത്? നമ്മുടെ പരമ്പരാഗത സ്വത്വം. അമ്മയെ പോലെ പെരുമാറുക, അച്ഛനെ പോലെ പെരുമാറുക, അല്ലെങ്കിൽ കുടുംബത്തിലെ പഴയ ശീലങ്ങൾ പിന്തുടരുക, അവരുടെ ശീലങ്ങൾ പിന്തുടരുക. ഇതൊക്കെ റൂട്ട് ചക്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാ കണക്ഷൻ വരുന്നതെന്ന് അറിയോ? നമ്മുടെ ഡി എൻ എയിൽ പോലെ തന്നെ, അതായത് നമ്മുടെ ഊർജ്ജ ശരീരത്തിലും ഡി എൻ എയിൽ എന്തായാലും ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മുടെ ഊർജ്ജ ശരീരത്തിലും നമ്മുടെ കുടുംബത്തിലെ ഭയങ്ങളും പരിമിതികളും എല്ലാം നമുക്ക് കൈമാറി കിട്ടുന്നുണ്ട്, ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അച്ഛനമ്മമാരിൽ നിന്നും ജനറേഷൻ വഴി. അപ്പോൾ അതിൻ്റെ കേഴ്സ് എന്താ? നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം എങ്ങനെയാണ്, എന്താണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ കേഴ്സിനെ, പഴയ ആ ദുശീലങ്ങളെ, ആ പഴയ ശാപങ്ങളെ നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് സ്വീകരിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ ഇത് മാറ്റാനുള്ള ധൈര്യം നമ്മൾ എപ്പോഴാണ് കിട്ടുക? റൂട്ട് ചക്ര ബാലൻസ്ഡ് ആവണം. അപ്പോൾ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഹീലിംഗ് ടൂൾസൊക്കെ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് 7 ദിവസത്തെ ക്ലാസ്സിൽ ഇതിനുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, എങ്ങനെ ബ്ലോക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം, അതെങ്ങനെ ബാലൻസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അതിനെങ്ങനെ ഹീൽ ചെയ്യണം, എങ്ങനെ അവേക്കൻ ചെയ്യണം, ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടത്തിവിടും. ജേർണലിംഗ് വഴി കടത്തിവിടും. ജേർണലിംഗും എക്സസൈസും മെഡിറ്റേഷനും എല്ലാം ഉണ്ട്, ബ്രെത്ത് വർക്ക് എല്ലാം കൂടിയിട്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഐഡന്റിറ്റി എന്താ വരുന്നത്? കേഴ്സ് ഐഡന്റിറ്റി റൂട്ട് ചക്രയിലെ ഫിസിക്കൽ ഐഡന്റിറ്റി. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തോടുള്ള മനോഭാവം ഇവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ശരീരത്തെ എത്രമാത്രം കെയർ ചെയ്യുന്നു എന്നുള്ളത്, കെയർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നമായിട്ട് വരുന്നത്? ശരീരം അവഗണിക്കും, നമ്മൾ ബോഡി മൈൻഡ് ചെയ്യില്ല, വ്യായാമം ചെയ്യില്ല, ഡാൻസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പരാതി പറയും. നമ്മുടെ അത് മോശമാണ്, തടിച്ചതാണ്, മെലിഞ്ഞതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് എപ്പോഴും ബോധേഡായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യും. ഒന്നിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ മൈൻഡേ ചെയ്യില്ല, ശ്രദ്ധിക്കുകയില്ല. അസുഖങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നാൽ, ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല. വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പോവുള്ളൂ. അതുവരെ ശരീരത്തെ അവഗണിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മൊത്തം എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ചെറിയൊരു മൈനസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അതിന്മേ പിടിച്ച് എപ്പോഴും പരാതി പറഞ്ഞു സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. അതൊരു കേഴ്സ് ഐഡന്റിറ്റിയാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ വരിക? ഞാൻ അശക്തനാണ്, ഞാൻ ശക്തിയല്ല, എന്താ പറയുക, ഞാൻ പവർഫുൾ അല്ല, ഞാൻ അട്രാക്റ്റീവ് അല്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നലുണ്ടാവും. എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല, എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഹെൽത്ത് ഓക്കെ അല്ല എന്നൊരു ബോധമൊക്കെ നമ്മുടെ ഉള്ളിൽ വളരും. ഓക്കെ. ഇനി നാലാമത്തെ ഒരു ഐഡന്റിറ്റി പറയാം. കേഴ്സ് ഐഡന്റിറ്റി സ്കേഴ്സിറ്റി. അതായത് അഭാവം. സ്കേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇല്ലായ്മ അല്ലേ? ഇല്ലായ്മ എന്നുള്ളൊരു ഐഡന്റിറ്റി. നമ്മൾ എന്താ അതിൻ്റെ ഒരു ലക്ഷണം വരുന്നതെന്നറിയോ? പൊട്ടിയ സാധനങ്ങൾ എടുത്തു വയ്ക്കുക, സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. പൊട്ടിയ സാധനങ്ങൾ എടുത്ത് വയ്ക്കും. പുതിയ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ഭയക്കും നമ്മൾ.
അഡാപ്റ്റ് ചെയ്യില്ല. ആഹ് അവിടെ നമ്മൾ ഒതുങ്ങി നിൽക്കും. പുതിയ പുതിയ ടെക്നോളജി ആയാലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മാറ്റി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അത് സ്കേഴ്സിറ്റി ഐഡന്റിറ്റിയുടെ ലക്ഷണമാണ്. അപ്പോൾ എന്താണ് അവിടെ അതിന് പുറകിലുള്ള വിശ്വാസം എന്താണ്? ഇത് കളഞ്ഞാൽ എനിക്ക് മറ്റൊന്നും കിട്ടില്ല. ഒരു ഡ്രസ്സ് കുറേ ചിലർ കണ്ടിട്ടില്ലേ, ഒരു ഡ്രസ്സ് കുറേ കാലം വെച്ചുകൊണ്ടിരിക്കും. കുറേ സാധനങ്ങൾ മാറ്റില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഇതെൻ്റെ ഫേവററ്റാന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കും. എനിക്ക് വേറൊന്നും കിട്ടില്ല എന്നുള്ളൊരു, എന്താ പറയുക, ഒരു വിശ്വാസം, അന്ധമായിട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം എവിടുന്നാ വരുന്നത്? ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് വരുന്നത്. നമുക്കത് നഷ്ടപ്പെടുമോ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നമുക്ക് പകരത്തിന് ഇല്ലല്ലോ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ റൂട്ട് ചക്ര ഹീൽ ചെയ്യുകയാണെങ്കിൽ, ഹീൽ ചെയ്യപ്പെടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കോഴ്സ് ഐഡൻറ്റിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ പിടിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അല്ലേ? എങ്ങനെ ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി ആക്കി മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി ആക്കി മാറ്റുക? മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഐഡൻറ്റിറ്റികൾ നേരത്തെ നമ്മളൊരു 5 കേഴ്സ് ഐഡൻറ്റിറ്റീസ് പഠിച്ചു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൽ ഏതൊക്കെയാണ് ഐഡൻറ്റിറ്റി? ഓക്കെ, താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. ഒരു ലിസ്റ്റ് തരാം, PDF തരാം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്, കേഴ്സ് ഐഡൻറ്റിറ്റി എന്താണ്. അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്കത് ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി ആക്കി മാറ്റണ്ടേ? അപ്പോൾ ആ ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റിയുടെ ലിസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി? എന്താ പറയുക, ഈ ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റിയാണ് നമ്മെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ, അതായത് ഭൂമിയുമായി കണക്റ്റഡ് ആണ്, ഈ പ്രപഞ്ചവുമായി കണക്റ്റഡ് ആണെന്ന് തോന്നിപ്പിക്കാനും നമ്മുടെ ജീവിതം ആത്മവിശ്വാസത്തോടെ നയിക്കാനും സഹായിക്കുന്നത് ഈ ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റീസ് ആണ്. റൂട്ട് ചക്രയിൽ കേട്ടോ, നമ്മളിപ്പോൾ റൂട്ട് ചക്രയിൽ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് വിക്ടിം ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ കേഴ്സ് ഐഡൻറ്റിറ്റി പറഞ്ഞത്. ഇവിടെ പറയുന്നത് നേരെ ഉൾട്ട, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ദ സോവറൈൻ, അതായത് അധികാരമുള്ളവൻ, ഉടമസ്ഥൻ. എന്ത് വിക്ടിം, ഞാൻ വേറൊരാളുടെ വിക്ടിമാണ്, ഇരയാണ് എന്ന സ്വത്വത്തിൻ്റെ നേർ വിപരീതമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ അത് എന്തെങ്ങനെയാണ് റിസൾട്ടായിട്ട് വരുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് അവർ തിരിച്ചറിയും. ഒരിക്കലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, എൻ്റെ പരാജയത്തിൻ്റെ കാരണം അവരാണ്, എൻ്റെ മുന്നോട്ട് പോകാൻ പറ്റി സമ്മതിക്കാത്ത അവരാണ് അല്ലേ? നമ്മൾ ഒരുപാട് പേരെ കുറ്റം പറയും, സാഹചര്യങ്ങളെ കുറ്റം പറയും അല്ലേ? പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് അവർ തിരിച്ചറിയും. എന്നിട്ട് എന്ത് ചെയ്യും? സാഹചര്യങ്ങളെ പഠിക്കാതെ അവയെ എങ്ങനെ നേരിടുമെന്ന് അവർക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ട് അവർക്കറിയാൻ പറ്റും എങ്ങനെയാണ് എനിക്കത് സാഹചര്യങ്ങളെ നേരിടേണ്ടത്. ഞാൻ വേറൊരാളെ നമുക്ക് അവർ പഴിച്ചാറില്ല. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുക? ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി ആയിട്ട് നീ മാറുക. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഉടമയാണ്, ഞാനാണ് എൻ്റെ ജീവിതത്തിനെ നേർവഴിക്ക് നടത്തേണ്ടത്, ഞാനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്ന ബോധം ഉണ്ടാവും. ഓക്കെ, അതൊന്നാമത്തെ ഐഡൻറ്റിറ്റി. ഇനി രണ്ടാമത്തെ സ്കെയേഴ്സിറ്റി, ദ അബണ്ടന്റ് മൈൻഡ് സെറ്റ്, അതായത് സമൃദ്ധിയിൽ വിശ്വസിക്കുന്നവർ. അത് ഒരു ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റിയാണ്. ഇതെങ്ങനെയാണ്? ഭയത്തിൽ നിന്നുള്ള ഹോർഡിങ്, അതായത് ഭയം നമ്മൾ പിടിച്ചു വയ്ക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ അണ്ടറിലാക്കി വയ്ക്കുക. ഓരോ കാര്യത്തെ, വ്യക്തികളായാലും സാഹചര്യങ്ങളായാലും നമ്മുടെ ആക്കുന്ന ആ സ്വഭാവത്തിന് പകരം എന്തായിരിക്കും അവരുടെ ഒരു വിശ്വാസം? പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിൽ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ റിസൾട്ട് എന്താ ഉണ്ടാവുക? ആവശ്യത്തിന് പണവും സ്നേഹവും അവസരങ്ങളും എപ്പോഴും ഉണ്ടാകുന്ന അവർ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ളത് ആരെങ്കിലും തരും, പ്രപഞ്ചം തരും എനിക്ക്. ഈ ലോകം, അവരെ എന്തൊക്കെയാണ് വിശ്വസിക്കുക? ഈ ലോകം അബണ്ടൻ്റ് ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുള്ള ലോകമാണ്. അങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കൊടുക്കാനും പുതിയ മാറ്റങ്ങൾ സ്വീകരിക്കാനും അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. നമ്മുടെ ഉള്ളതിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ കൊടുക്കാനോ ഒക്കെ ഒന്നും അവർക്ക് മടി ഉണ്ടാവില്ല. ഓക്കെ, ഇനി അപ്പോൾ അവരുടെ ബ്ലെസ്സിങ് കണ്ടിട്ട് എന്തായി മാറും? എനിക്ക് എപ്പോഴും വേണ്ടത് ലഭിക്കും എന്നൊരു സുരക്ഷിത ബോധം അവർക്കുണ്ടാവും. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് ആരെങ്കിലും വഴി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടും എന്നൊരു ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി, ബ്ലെസ്സിങ് ബിലീഫ് അവർക്കുണ്ടാവും. ഓക്കെ, പിന്നെയുള്ളത് വേറൊരു ഐഡൻറ്റിറ്റിയാണ് ദ നർച്ചർ. അതെങ്ങനെയാണ്? ശരീരത്തെ അവഗണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരം മൈൻഡ് ചെയ്യില്ല എന്ന്, ശരീരത്തെ കുറിച്ചൊന്നും ശ്രദ്ധിക്കില്ല എന്ന്. ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തെ അവഗണിക്കുന്നതിന് പകരം അതിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്വത്വം, ഒരു ഐഡൻറ്റിറ്റി. അങ്ങനെയുള്ള ഒരാൾ
അപ്പോൾ എന്തായിരിക്കും അവരെന്താ ചെയ്യുന്നുണ്ടാവുക, വിശ്വസിക്കുന്നുണ്ടാവുക? ശരീരം എന്നത് തൻ്റെ ആത്മാവ് വസിക്കുന്ന ക്ഷേത്രമാണെന്ന് അവർ തിരിച്ചറിയും. ബോഡി ഈസ് ദ ടെമ്പിൾ. അപ്പോൾ നല്ല ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയൊക്കെ ചെയ്തിട്ട് അത് ശരീരത്തെ അവർ പോഷിപ്പിക്കും. അത് നമ്മുടെ നമ്മുടെ ശരീരമാകുന്ന അമ്പലത്തേക്കുള്ള വഴിപാടുകളും പൂജകളാണെന്ന് അവർ വിശ്വസിക്കും. അപ്പോൾ എങ്ങനെ ബ്ലെസ്സിങ് ആയിട്ട് മാറും? നമ്മുടെ ഉന്മേഷമുള്ള ശരീരം കിട്ടും, ഫിസിക്കൽ വൈറ്റാലിറ്റി കിട്ടും നമുക്ക്. ഓക്കെ, ഫുൾ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നൊരു ഐഡൻറ്റിറ്റി, നാലാമത്തെ ഐഡൻറ്റിറ്റി ദ പാറ്റേൺ ബ്രേക്കറാണ്. അതായത് ചങ്ങലകൾ ഭേദിക്കുക. കുടുംബത്തിലെ പഴയ ശവം, നേരത്തെ പറഞ്ഞു തന്നെ എൻ്റെ അമ്മയെ പോലെയാണ്, എൻ്റെ വീട്ടുകാരിങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ അല്ലേ. അപ്പോൾ ആ ഒരു ചങ്ങലക്കണ്ണി, ആ ഒരു ലൂപ്പ് അവർ പൊട്ടിക്കും. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് നമ്മുടെ കുടുംബത്തിലെ പഴയ ശാപങ്ങളെ മുറിച്ചു മാറ്റുന്ന പോരാളിയാണ് അവർ. അമ്മയെ പോലെ പെരുമാറുന്നു എന്നതിൽ കവിഞ്ഞ് എന്തുണ്ടാവും? തൻ്റെ കുടുംബത്തിലെ മോശം ശീലങ്ങളെ തൻ്റെ തലമുറയോട് അവസാനിപ്പിക്കണം എന്ന് അവർക്ക് ബോധം വരും. അത് അവർ സാധിച്ചെടുക്കും, ഈ ഐഡൻറ്റിറ്റി ഉള്ളവർ. ഓക്കെ, അപ്പോൾ പാരമ്പര്യമായി കിട്ടിയ ഭയങ്ങളെ അവരെന്ത് ചെയ്യും? സ്നേഹം കൊണ്ട് ഇല്ലാതാക്കും. അങ്ങനെയാണ് അവർക്കത് ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റി. അവിടെ എന്താ വരിക? പാരമ്പര്യങ്ങളിൽ നിന്നുള്ള മോചനം. നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മുടെ പരമ്പരാഗതമായി കിട്ടിയ അസുഖങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ഒക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഐഡൻറ്റിറ്റി എന്ത് ചെയ്യും? അവരത് ആ ചങ്ങലക്കണ്ണിനെ മുറിച്ചു മാറ്റും. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള കർമ്മ എഫക്റ്റിൽ നിന്ന് അവർക്ക് റിലീഫ് കിട്ടും. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഗ്രൗണ്ടഡ് സോൾ. അതായത് എന്താ പറയുക, വേരുകളുടെ ആത്മാവ് എന്ന് പറയാം. ഇങ്ങനെ എത്ര വലിയ കാറ്റിൽ വല്ലാതെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം. ജീവിതത്തിൽ എത്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അവരത് ഉറച്ചു നിൽക്കും. അവരെ എഫക്റ്റ് ചെയ്യില്ല പെട്ടെന്നൊന്നും. അറിയാലോ, വേര് ഉള്ളിലേക്ക് മണ്ണിലേക്ക് താഴ്ന്നു പോയ ഒരു മരത്തിനെയും ഒരു കൊടുങ്കാറ്റിനെ അല്ലെങ്കിൽ വലിയൊരു കാറ്റിനെ ഇളക്കാൻ അത്ര കേട്ടൊന്നും സാധിക്കില്ല അല്ലേ. അതുപോലെ ഓക്കെ, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവണം. വലിയൊരു കാറ്റ് വീശുമ്പോഴും കാറ്റിനൊപ്പം ഇങ്ങനെ ഇളകുന്ന മരങ്ങളായാലും അവരും ഫ്ലെക്സിബിൾ ആണെങ്കിൽ, ജീവിതത്തിൽ ഒത്തു ഒഴുകുന്ന ആൾക്കാരാണെങ്കിലും അവർക്കും സ്മൂത്താണ് അല്ലേ. അപ്പോൾ ഇവർക്ക് എന്താ ഈ ഒരു വ്യക്തിത്വത്തിന് ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രായോഗികമായ ചിന്തകൾ ഉണ്ടാവും, വൈകാരികമായിട്ടുള്ള സ്ഥിരത, ഇമോഷണൽ സ്റ്റേബിലിറ്റി ഉണ്ടായിരിക്കും, ലോജിക്കൽ മൈൻഡും ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? കാര്യങ്ങൾ നീട്ടി വയ്ക്കാതെ, പ്രോക്കാസിനേഷൻ ആ ഒരു ഹാബിറ്റ് ഇല്ലാതെ കൃത്യസമയത്ത് ധൈര്യത്തോടെ ചെയ്തു വെക്കാൻ അവർക്ക് പറ്റും എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായിരിക്കും? അതെങ്ങനെയാണ് ബ്ലെസ്സിങ് ആയി മാറുക? ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവും, സ്റ്റേബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് റൂട്ട് ചക്രയിലെ കേഴ്സ് ഐഡൻറ്റിറ്റീസും ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റീസും നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കുള്ളത് ഈ വീഡിയോ, നിങ്ങളുടെ ഉള്ളിലുള്ളത് ഏതാണ്? നിങ്ങളുടെ കേഴ്സ് ഐഡൻറ്റിറ്റീസ് എന്താണ്, ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റീസ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിസ്റ്റ് അയച്ചു തരാം. അതെങ്ങനെ ഹീൽ ചെയ്യണം അത് അറിയണ്ടേ, ഹീൽ ചെയ്യണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നാളെ പറയാൻ പോകുന്ന കാര്യം, അതായത് ഈ ഐഡൻറ്റിറ്റീസിന് പുറകിലുള്ള ഹാബിറ്റിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഐഡൻറ്റിറ്റീസിന് പുറകിൽ കഥകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഡ്രൈവ്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഹാബിറ്റ്സ് ഉണ്ട് അല്ലേ. ഈ 6 കാര്യങ്ങളുണ്ട് പുറകിൽ. അപ്പോൾ നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് ഇത്തരം ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരെ, ഇത്തരം കേഴ്സ് ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരുടെ ഹാബിറ്റ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഹാബിറ്റ്സിനെ കുറിച്ച് നാളെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുക. ഇതൊരു സീരീസ് ആണല്ലോ, അപ്പോൾ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. ദെൻ കമൻറ്റ് ചെയ്യുക, PDF എന്നോ എന്തെങ്കിലും പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ആ ചെക്ക് ലിസ്റ്റ് അയച്ചു തരാൻ പറ്റും. കേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ബ്ലെസ്സിങ് ഐഡൻറ്റിറ്റിയുടെ ചെക്ക് ലിസ്റ്റ് അയച്ചു തരാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യുക, ഇന്ന് തന്നെ ഫിക്സ് ചെയ്യുക നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഏതാണെന്നുള്ളത്. വരും ക്ലാസ്സുകളിൽ കൂടെ നിങ്ങൾക്ക് തന്നെ ജേർണലിംഗ് വഴി നിങ്ങൾക്ക് തന്നെ ഓൾട്ടർ ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും, ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ എല്ലാവരും? ഓക്കെ, വീഡിയോ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.